السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കളെ, ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 63 വരെയുള്ള വചനങ്ങളായിരുന്നു. എന്താണ് 63-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കി തന്നത്? നമുക്ക് അത്തരക്കാരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. അതിനാൽ നീ അവരെ അവഗണിക്കുക, അവർക്ക് ഗുണദോഷം നൽകുകയും അവരുടെ മനസ്സുകളിൽ തട്ടുന്ന ശക്തമായ വാക്കുകൾ അവരോട് പറയുകയും ചെയ്യുക എന്നായിരുന്നു ഇന്നലെ നാം അവസാനമായി ചർച്ച ചെയ്തത്. കപടവിശ്വാസികൾ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഭരണാധികാരികളുടെ അടുത്തേക്ക് പോയത് പിടിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടെയും യോജിപ്പുണ്ടാക്കാനുമാണ് അങ്ങനെ ചെയ്തത് എന്ന് കള്ളസത്യം ചെയ്യുമായിരുന്നു. എന്നാൽ അല്ലാഹു തആല പ്രവാചകനോട് പറയുന്നത് അവരുടെ ഹൃദയത്തിലുള്ള കപടത അല്ലാഹുവിന് നന്നായി അറിയാമെന്നാണ്. അവരെ കായികമായി ശിക്ഷിക്കുന്നതിന് പകരം അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ ശക്തമായ ഭാഷയിൽ ഗുണദോഷിക്കാനാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തതായി 64-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 64-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അപ്പോൾ 64-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നു, അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിപ്പിച്ചപ്പോൾ നിന്റെ അടുക്കൽ വരികയും അല്ലാഹുവോട് പാപമോചനം തേടുകയും അവർക്കായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനം ഇരക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ഏറെ പക്ഷാതാപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും അവർ കണ്ടെത്തുമായിരുന്നു എന്നാണ് 64-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. എന്താണ് ഇതെന്ന് കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ 64-ാമത്തെ ആയത്തിലുള്ള പ്രവാചകന്മാരെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത് വെറുതെ ബഹുമാനിക്കാൻ മാത്രമല്ല, അവരുടെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്. സ്വന്തം ആത്മാക്കളോട് അന്യായം ചെയ്തവർക്ക്, അതായത് പാപം ചെയ്തവർക്ക് തെറ്റുകൾ തിരുത്താനുള്ള വാതിൽ അല്ലാഹു തുറന്നിടുന്നു. പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വന്ന് അല്ലാഹുവോട് മാപ്പ് ചോദിക്കുകയും പ്രവാചകൻ അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്. അടുത്തതായി സുഹൃത്തുക്കളെ, 65-ാമത്തെ ആയത്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അപ്പോൾ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല എന്താണ് വ്യക്തമാക്കുന്നത്? ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ കൽപ്പിച്ച വിധിയെപ്പറ്റി അവരുടെ മനസ്സുകളിൽ യാതൊരു ഇടുക്കവും, അതായത് വിമുഖതയും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി അനുസരിച്ച് കീഴ്പ്പെടുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളെ ആവുകയില്ല എന്നാണ് അല്ലാഹു തആല 65-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്.
വ്യക്തമാക്കുന്നത്. ഈ ആയത്ത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ പ്രമാണങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ജീവിതത്തിലെ ഏത് തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും പ്രവാചകന്റെയും ഖുർആന്റെയും വിധിയെ അന്തിമ വിധിയായി സ്വീകരിക്കുക. ആ വിധി സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും മനസ്സിൽ യാതൊരുവിധ അസംതൃപ്തിയോ വിഷമമോ തോന്നരുത്. ആ വിധി പൂർണ്ണ മനസ്സോടെ കീഴ്പ്പെടുകയും നടപ്പിലാക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഒരാൾ യഥാർത്ഥ മുഅ്മിനായി മാറുകയുള്ളൂ എന്ന് അല്ലാഹു തആല ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് 66-ാമത്തെ ആയത്ത് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് 66-ാമത്തെ ആയത്ത്? നാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് 66-ാമത്തെ ആയത്ത് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. അപ്പോൾ 66-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, ഞങ്ങൾ അവരുടെ മേൽ ഇപ്രകാരം നിയമമാക്കിയിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ സ്വയം ജീവനൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ചെയ്യുക എന്ന്. അവരിൽ കുറച്ച് പേരൊഴികെ ഇറങ്ങിപ്പോവുകയോ അത് പ്രവർത്തിക്കുമായിരുന്നില്ല. എന്നാൽ അവർക്ക് നൽകപ്പെടുന്ന ഉപദേശങ്ങൾ അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഏറെ ഉത്തമവും അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുന്നതുമായിരുന്നു എന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. സുഹൃത്തുക്കളെ, പഴയകാല സമുദായങ്ങൾക്ക്, ഉദാഹരണത്തിന് ബനൂ ഇസ്രായേലുകാർക്ക് പക്ഷാതാപമായി സ്വന്തം ജീവനൊടുക്കാൻ കൽപ്പനയുണ്ടായിരുന്നു. കൽപ്പന നൽകിയതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങൾ, അതായത് ജീവനൊടുക്കുക, നാട് വിട്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഈ ഉമ്മത്തിന് മേൽ നിർബന്ധമാക്കിയിട്ടേ ഇല്ല. അത്രയും കഠിനമായ നിയമങ്ങൾ വന്നിരുന്നെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്യുമായിരുന്നുള്ളൂ. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ലളിതമായ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ, അതായത് ഈമാൻ, വിശ്വാസം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്നാണ് 66-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കിയത്. അല്ലാഹു തആല ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കാനും അള്ളാഹുവിൻ്റെ ഖുർആന്റെ വഴിക്കനുസരിച്ച് ജീവിച്ച് നാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു മരിക്കാൻ നാം ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടുകാരെ, ഈ ഖുർആന്റെ ഈ ആയത്തുകളും ഈ അർത്ഥങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ സൗന്ദര്യത്തെ നാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ സുഹൃത്ത് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.